In figure, angle PQR is equal to 100 degree. അതായത് ഈ ആംഗിൾ 100 ഡിഗ്രി ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. Where P, Q and R are the points on a circle with the center O. P യും Q യും R ഉം സർക്കിളിലെ പോയിന്റ്സ് ആണ്. സെന്റർ O ആയിട്ടുള്ള സർക്കിളിലെ പോയിന്റ്സ് ആണ്. ഫൈൻഡ് ആംഗിൾ OPR. നമ്മൾ ഈ ആംഗിൾ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ആംഗിൾ OPR. ഈ ആംഗിൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ PR എന്ന് പറയുന്ന ആർക്കിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ഫോം ആയിട്ടുള്ള ആംഗിൾ ആണ് ആംഗിൾ POR. അപ്പൊ നമുക്കിവിടെ ഫോം ആയിട്ടുള്ള ആംഗിൾ ഇവിടെ റിഫ്ലെക്സ് ആംഗിൾ POR ആണ് സർക്കിളിന്റെ സെന്ററിലേക്ക് ഫോം ആയിട്ടുള്ളത്. നമ്മൾ സാധാരണ പഠിച്ചിട്ടുള്ള ഫിഗർ ഒക്കെ എങ്ങനെയാണ്? ഇങ്ങനെ സർക്കിളിന്റെ സെന്റർ തന്നാല് ഇവിടെ ഒരു ആർക്ക്, ദിസ് ഈസ് PQ, ഇത് സെന്റർ O. അപ്പൊ ഈ ആർക്കിൽ നിന്ന് സർക്കിളിന്റെ സെന്ററിലേക്ക് ഇങ്ങനെ ഫോം ആകുന്നു. റിമൈനിങ് പാർട്ടിലെ ഏതെങ്കിലും ഒരു പോയിന്റിലേക്ക് ഈ ആർക്കിൽ നിന്ന് തന്നെ അടുത്ത ആംഗിൾ ഫോം ആകുന്നു. അപ്പൊ ഈ സെന്ററിലെ ആംഗിള് ഈ ആംഗിളിന്റെ ഡബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലെ? പക്ഷെ ഇവിടെ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? ആർക്ക് സെന്ററും കഴിഞ്ഞിട്ട് ഇവിടെയാണ് വന്നിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ നിന്നാണ് സെന്ററിലേക്ക് ആംഗിള് ഫോം ആയിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഉണ്ടാകുന്ന ആംഗിള് 180യെക്കാട്ടിൽ കൂടുതലായിട്ടുള്ള ആംഗിൾ ആണ്. അതായത് റിഫ്ലെക്സ് ആംഗിൾ POR ആണ് ഇവിടെ ഫോം ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇപ്പം ഇവിടെ നിന്ന് സെന്ററിലേക്ക് ഇങ്ങോട്ടാണ് ഫോം ആയിട്ടുള്ളത്. അപ്പം ഈ ആംഗിളാണ് റിഫ്ലെക്സ് ആംഗിൾ POR. ഇതാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ ഈ PQRന്റെ ഡബിൾ ആയിരിക്കും ഈ റിഫ്ലെക്സ് ആംഗിൾ POR. മനസ്സിലായല്ലോ? ഈ ആംഗിൾ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ റിഫ്ലെക്സ് ആംഗിൾ POR ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ സ്റ്റെപ്പ് നമുക്കിവിടെ എങ്ങനെ എഴുതാം? റിഫ്ലെക്സ് ആംഗിൾ POR is equal to എന്തെഴുതാം? 2 ആംഗിൾ PQR is equal to 2 into angle PQR is 100 degree is equal to 200 degree. അപ്പൊ റിഫ്ലെക്സ് ആംഗിൾ POR നമുക്ക് 200 എന്ന് കിട്ടി. ഈ ആംഗിള് 200 എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആംഗിൾ POR കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ആംഗിൾ ആണ് വേണ്ടത്. റിഫ്ലെക്സ് ആംഗിൾ അല്ലാത്ത ആംഗിൾ POR ആണ് നമുക്കിവിടെ വേണ്ടത്. അപ്പൊ നിങ്ങൾ ഇവിടെ ഇതിന്റെ റീസൺ ഒന്ന് എഴുതിക്കോണേ. ഇവിടെ the angle subtended by an arc at the center is double the angle subtended by it at any point on the remaining part of the circle. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇത് എഴുതിയത്. ഇനി അടുത്തത് ഇവിടെ നോക്കിയേ, ഈ ആംഗിൾ POR കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ആംഗിൾ വരയ്ക്കുന്നു. ഇത് റിഫ്ലെക്സ് ആംഗിൾ ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഈ ടോട്ടൽ ആംഗിൾ എത്രയാണ്? ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ് അല്ലെ? ഈ ടോട്ടൽ ആംഗിൾ 360യില് ഇത്രയും ആംഗിൾ നമുക്കറിയാം. ഇത് 200 ആണ് എന്നറിയാം. അപ്പൊ ഈ ആംഗിൾ കണ്ടുപിടിക്കണേ എന്ത് ചെയ്താൽ മതി? ഈ ടോട്ടൽ ആംഗിളിൽ നിന്ന് ഈ 200 സബ്ട്രാക്ട് ചെയ്താൽ മതി. അതായത് 360യിൽ നിന്ന് 200 സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ഈ അകത്തെ ആംഗിൾ കിട്ടും. അപ്പൊ ഈ ആംഗിൾ POR കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്താൽ മതി? 360യിൽ നിന്ന് 200 സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ ആംഗിൾ POR in triangle POR, ആംഗിൾ POR എന്താണ്? 360 ഡിഗ്രി മൈനസ് റിഫ്ലെക്സ് ആംഗിൾ POR is equal to 360 degree minus 200 is equal to 160 degree. അപ്പൊ ആംഗിൾ POR നമുക്ക് 160 ഡിഗ്രി എന്ന് കിട്ടി. അതെങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഫുൾ ആംഗിള് 360 ആണ്. അതിൽ നിന്ന് റിഫ്ലെക്സ് ആംഗിൾ 200 സബ്ട്രാക്ട് ചെയ്തപ്പോൾ നമുക്ക് 160 ഡിഗ്രി എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമ്മൾ വീണ്ടും ട്രയാങ്കിൾ POR കൺസിഡർ ചെയ്താൽ ഈ ട്രയാങ്കിൾ POR കൺസിഡർ ചെയ്താൽ ഇവിടെ സൈഡ് POയും ORും എന്താണ്? സർക്കിളിന്റെ റേഡിയസ് ആണ് അല്ലെ? റേഡിയസ് ആയതുകൊണ്ട് രണ്ടും ഈക്വൽ ലെങ്തിലുള്ളതായിരിക്കും.
again in triangle POR, നമുക്ക് എന്ത് എഴുതാം? OP is equal to OR. Radii of the same circle. OP is equal to OR ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? Angles opposite to equal sides are equal. അല്ലേ? ഈ ഈക്വൽ സൈഡിന്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ OPയുടെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ ORP. അപ്പോൾ OPക്ക് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ORP. ഇനി ORന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ആണ് ആംഗിൾ OPR. ആംഗിൾ OPR. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള തിയറമാണ്. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ഇതിന്റെ റീസൺ ഇവിടെ എഴുതണം. ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആണ് എന്ന് നമുക്കിവിടെ കിട്ടി. അപ്പൊ ഈ ഒരു ട്രയാങ്കിള് ഞാൻ നിങ്ങൾക്ക് ഇങ്ങോട്ട് സെപ്പറേറ്റ് ആയിട്ട് വരച്ച് കാണിക്കാം. ഞാൻ ഇച്ചിരി വലുതായിട്ട് വരച്ച് കാണിക്കാം. ഈ ട്രയാങ്കിൾ ആണ്, ഈ അകത്തെ POR എന്ന് പറയുന്ന ട്രയാങ്കിൾ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്ക് ഈ ആംഗിൾ POR നമുക്ക് കിട്ടിയിരുന്നു 160 ഡിഗ്രി എന്ന് കിട്ടിയിരുന്നു. POയും ORും ഈക്വൽ ആയതുകൊണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് വരുന്ന ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്ക് ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് എന്ത് എഴുതാം? ആംഗിൾ OPR, ഈ ആംഗിൾ OPR പ്ലസ് ആംഗിൾ ORP പ്ലസ് ആംഗിൾ POR is equal to 180 ഡിഗ്രി. ആംഗിൾ OPR പ്ലസ് ആംഗിൾ ORP പ്ലസ് ആംഗിൾ POR is equal to 180 ഡിഗ്രി. ഇവിടെ ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് എന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ORPയുടെ പ്ലേസിൽ OPRന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. അപ്പൊ ആംഗിൾ OPR പ്ലസ് ORPക്ക് പകരം ഞാൻ OPR എന്ന് കൊടുക്കുന്നു. പ്ലസ് ആംഗിൾ POR is equal to 180 ഡിഗ്രി. OPR plus OPR is 2 angle OPR plus POR 160 ഡിഗ്രി ആണ് എന്ന് നമുക്ക് കിട്ടി is equal to 180 ഡിഗ്രി. 2 angle OPR is equal to 180 degree minus 160 degree is equal to 20 degree. അപ്പോൾ 2 angle OPR നമുക്ക് 20 degree എന്ന് കിട്ടി. ഇതിൽ നിന്ന് angle OPR എന്തായിരിക്കും? OPR is equal to 20 by 2 is equal to 10 degree. അപ്പോൾ നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തപ്പോൾ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞ ആംഗിൾ OPR ആയിരുന്നു. അതുകൊണ്ടാണ് ORPക്ക് ഞാൻ OPR എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത് കേട്ടോ. ഏത് ആംഗിൾ ആണോ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ. അപ്പോൾ ആംഗിൾ OPR നമുക്ക് 10 ഡിഗ്രി എന്ന് കിട്ടി. ഇൻ ഫിഗർ ആംഗിൾ ABC is equal to 69. അപ്പോൾ ഈ ആംഗിള് 69 ഡിഗ്രി ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ആംഗിൾ ACB അതായത് ഈ ആംഗിള് 31 ഡിഗ്രി ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഫൈൻഡ് ആംഗിൾ BDC. ഈ ആംഗിൾ എത്രയാണ് എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആംഗിൾസ് ഈ ആംഗിളും ഈ ആംഗിളുമാണ്. ഈ രണ്ട് ആംഗിൾസ് ഏത് ട്രയാംഗിൾസിന്റെ ആംഗിൾസ് ആണെന്ന് നോക്കിയേ. ആ ട്രയാംഗിൾ ABCയുടെ ആംഗിൾസ് ആണ് നമുക്കിവിടെ തന്നിട്ടുള്ള രണ്ട് മെഷർമെന്റുകൾ. കണ്ടല്ലോ. അപ്പൊ ഇത് വെച്ചിട്ട് നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആംഗിൾ BAC കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആംഗിൾ BACയും ആംഗിൾ BDCയും ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? സെയിം സെഗ്മെന്റിൽ നിന്ന് തന്നെയുള്ള ആംഗിൾസ് ആണ് ആംഗിൾ BADയും ആംഗിൾ BDCയും. അപ്പോൾ നമുക്ക് BAC കണ്ടുപിടിച്ചാൽ BDC എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ആദ്യം ആംഗിൾ സം പ്രോപ്പർട്ടി വെച്ചിട്ട് BAC നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഇൻ ട്രയാംഗിൾ ABCയില് നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ ABC പ്ലസ് ആംഗിൾ
ACB plus angle BAC is equal to 180 degree. Angle sum property. ഇനി നമുക്ക് ആംഗിൾ ABC അറിയാം 69 degree plus ACB 31 degree plus angle BAC is equal to 180 degree. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 100 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ 100 degree plus angle BAC is equal to 180 degree. ഇതിൽ നിന്ന് ആംഗിൾ BAC 180 degree minus 100 is equal to 80 degree. അപ്പോൾ ആംഗിൾ BAC നമുക്ക് കിട്ടി 80 degree എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ആംഗിൾ BACയും ആംഗിൾ BDCയും ഈക്വൽ ആണ്. എന്തുകൊണ്ടാണ്? ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ്. അതായത് ഈ സെഗ്മെന്റിൽ നിന്ന്, സെഗ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? കോഡിനും ആർക്കിനും ബിറ്റ്വീൻ വരുന്നത് അല്ലേ? അപ്പൊ BC എന്ന് പറയുന്ന കോഡിനും BC എന്ന് പറയുന്ന ആർക്കിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആർക്കാണ് BC. ഇതിനും ഇടയ്ക്കുള്ള സ്ഥലമാണ് സെഗ്മെന്റ്. ഇവിടെ നിന്ന് ഉള്ള ആംഗിൾസ് ആണ് ആംഗിൾ BACയും BDCയും. അങ്ങനെ സെയിം സെഗ്മെന്റിൽ നിന്നുള്ള ആംഗിൾസ് എപ്പോഴും ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് BACയും BDCയും ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ BDC is equal to 80 degree. BAC 80 ആയതുകൊണ്ട് BDCയും 80 degree ആണ്.